യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, തിരുവത്താഴത്തിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ആണ്ടുവട്ടം 12ാമത്തെ ആഴ്ച, ബുധനാഴ്ച. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളാണ്. നല്ല വൃക്ഷം നല്ല ഫലവും, ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു എന്ന ഒരു വചനഭാഗമാണ്. ഈ ഒരു വചനഭാഗം വായിച്ചപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത്, ഒരമ്മ തൻ്റെ മകനെയും കൊണ്ട് എൻ്റെ അടുക്കലേക്ക് വരികയും വന്നിട്ട് പറയുകയാണ്, അച്ഛാ, ഇവൻ ഇച്ചിരി കുസൃതിയാണ്, പള്ളിയിലൊന്നും പോകുന്നില്ല, എപ്പോഴും ദേഷ്യപ്പെടുന്നുണ്ട്, അങ്ങനെ തുടങ്ങുന്ന കുറേ അധികം കാര്യങ്ങളൊക്കെ മോനെ പറ്റി പറയുകയുണ്ടായി. ആ മോന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞു അവനോട് സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു, ഇവരെ അച്ഛൻ എന്ത് ചെയ്യുന്നു എന്ന്. അപ്പോഴാണ് മനസ്സിലായത്, അവൻ്റെ അച്ഛൻ നല്ല രീതിയിൽ മദ്യപിക്കുന്ന ഒരാളാണ്. മദ്യപിക്കുക മാത്രമല്ല, മദ്യപിച്ചിട്ട് ബഹളം വയ്ക്കുകയും നാട്ടുകാരോടൊക്കെ തല്ലുകൂടുകയും ചീത്ത വിളിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു ഓർമ്മ വന്നത്, ഈ ഒരു വചനഭാഗം, നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു എന്ന്. സാധാരണ നമ്മൾ വിവാഹം കഴിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ വിവാഹം കഴിക്കുവാൻ പോകുന്ന പയ്യനോടും ചെറുക്കനോടും പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളെ ക്രിസ്തീയ വിശ്വാസത്തിൽ, അതായത് ക്രിസ്തു എന്താണോ പഠിപ്പിച്ച ആ നന്മകളൊക്കെ പഠിപ്പിച്ച് വളർത്തുക എന്ന ചിന്തയോടു കൂടിയാണ് അവരോട് പറഞ്ഞു വയ്ക്കുക. എന്നാൽ ഇന്നിൻ്റെ പല കുട്ടികൾക്കും, പല കല്യാണം കഴിക്കാൻ പോകുന്ന പല പിള്ളേരും, പെണ്ണും പയ്യനും, അവർ വന്ന് പ്രാർത്ഥനകൾ പറയുമ്പോൾ പോലും അവർക്ക് പ്രാർത്ഥനയിൽ പലതും തന്നെ അറിയുകയില്ല. പ്രാർത്ഥന മാത്രമല്ല, മറിച്ച് വിശ്വാസം പോലും അവർക്ക് കുറവായിട്ടുള്ള ഒത്തിരി അധികം പേര് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാകേണ്ടത്, അങ്ങനെയുള്ള കുട്ടികൾ കല്യാണം കഴിച്ച് അവർക്ക് ലഭിക്കുന്ന കുഞ്ഞുങ്ങളെ അവർ ഏത് വിശ്വാസത്തിലാണ് വളർത്തുക എന്നതാണ് ഒരു വലിയൊരു ചോദ്യചിഹ്നമാണ്. പെട്ടെന്ന് സാധാരണ നമ്മൾ പറയാറുള്ളത്, അതായത് തെങ്ങിൽ നിന്ന് തേങ്ങ മാത്രമേ വരാറുള്ളൂ, മാവിൽ നിന്ന് മാങ്ങയും. അതായത് അവരുടെ മക്കൾ അവരെന്താണോ ചെയ്യുന്നത് അത് തന്നെയായിരിക്കും അവരുടെ മക്കളും വരിക. അവർ തിന്മ ചെയ്യുന്നവരാണെങ്കിൽ ആ തിന്മ അവരുടെ മക്കളും ആവർത്തിക്കുകയും ചെയ്യും. അവർക്ക് വിശ്വാസമില്ല എങ്കിൽ അവരുടെ മക്കളും വിശ്വാസമില്ലാതെ വളരുകയും ചെയ്യും. ഇത് ഒരു പരിധി വരെ അങ്ങനെ എല്ലാം മുഴുവനായിട്ടല്ല, ഒരു പരിധി വരെ നമ്മുടെയൊക്കെ മക്കൾ ചീത്തയാകുന്നുണ്ട് എങ്കിൽ അതിനൊക്കെ കാരണം ഒരു പരിധി വരെ മാതാപിതാക്കളാണ്. കാരണം മാതാപിതാക്കൾ വിശ്വാസത്തിൽ വളർത്തേണ്ട മാതാപിതാക്കൾ അവരെ വിശ്വാസത്തിൽ കൈപിടിച്ച് വളർത്തിയില്ല എന്നതാണ്. അതായത് കുഞ്ഞുനാൾ മുതലേ പള്ളിയിൽ കൊണ്ടുപോകേണ്ട മാതാപിതാക്കൾ അവരെ പള്ളിയിൽ കൊണ്ടുപോയില്ല. പ്രാർത്ഥന പഠിപ്പിക്കേണ്ട മാതാപിതാക്കൾ അവരെ പ്രാർത്ഥന പഠിപ്പിച്ചില്ല. അങ്ങനെ തുടങ്ങുന്ന കുറച്ച് കാരണങ്ങൾ കൊണ്ടും അവർ നശിച്ചു പോകുന്നുണ്ട്, തെറ്റായ ജീവിതത്തിലേക്ക് നടന്നു നീങ്ങുന്നുണ്ട്. ഇവിടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്, നല്ല വൃക്ഷം നല്ല ഫലം, ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകും. ഇത് കൃത്യമാണ്. നമ്മുടെയൊക്കെ മക്കളെയൊക്കെ നന്മയുടെ പാതയിലേക്ക് നടത്തണമെങ്കിൽ അവരെ കുഞ്ഞുനാൾ മുതലേ കൈപ്പിടിച്ച് നടത്തുക എന്നാണ്. കുഞ്ഞുനാൾ മുതലേ ദേവാലയത്തിലേക്ക് കൊണ്ടുവരികയും അവരെ പ്രാർത്ഥനകളൊക്കെ പഠിപ്പിച്ച് വളർത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ആ മക്കൾ വലുതാകുമ്പോൾ തിന്മയിലേക്ക് നീങ്ങുവാൻ സാധ്യത വളരെ കുറവാണ്. കാരണം അവർ കണ്ടുവന്നത് ദൈവത്തെയാണ്, അവർ കേട്ടു വന്നതും ദൈവത്തെയാണ്. അങ്ങനെയാണ് എങ്കിൽ അവർ തിന്മയിലേക്ക് നടക്കുവാനായിട്ട് അവർക്ക് ഇച്ചിരി പ്രയാസമായിരിക്കും. ആയതിനാൽ പ്രിയമുള്ളവരെ, നമ്മളാണ് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നടത്തേണ്ടത്, വളർത്തേണ്ടത്, വിശ്വാസത്തിലേക്ക് ആഴപ്പെടുത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ആയതിനാൽ പ്രിയമുള്ളവരെ, നമുക്ക് ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു നോക്കാം, എന്നിൽ നിന്നുണ്ടായ ഫലം നല്ലതാണോ ചീത്തയാണോ എന്ന്. അങ്ങനെയാണ് എങ്കിൽ ആ ഫലത്തിനെ നന്മയുടെ പാതയിലേക്ക് നടത്തുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.